നമ്മുടെ പാവം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കള് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. ഈ പാവങ്ങൾ എങ്ങനെ വോട്ട് ചോദിച്ച ഒരാളെടുത്ത് എത്തുക? എങ്ങനെയാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ മറച്ചു പിടിച്ചിട്ട് ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് കേട്ടോ, വോട്ട് ചെയ്യണമെന്ന് പറയാം. അതല്ലാതെ ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് ഉളുപ്പുള്ള ആൾക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇവർക്ക് ഉളുപ്പില്ലാത്ത കുറെ എണ്ണം ഉണ്ട്. അവർ പറഞ്ഞാൽ തന്നെ ആരാ വോട്ട് ചെയ്യുക? ആരാണ് വോട്ട് ചെയ്യുക? സി പി എമ്മുകാർക്ക് ആരാണ് വോട്ട് ചെയ്യുക? അമ്പല വിഴുങ്ങികള്, അമ്പലക്കള്ളന്മാർ എന്നല്ല പറയേണ്ടത്, അമ്പലം വിഴുങ്ങികൾക്ക് ആര് വോട്ട് ചെയ്യും? എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്കൊരു അയ്യപ്പ കീർത്തനം കേട്ടിട്ട് ഇന്നത്തെ ഈ വാർത്താ വിശേഷങ്ങൾക്ക് തുടക്കം കുറിക്കാമെന്ന് കരുതുന്നു. നല്ല കീർത്തനം അല്ലേ? ചിരിക്കല്ലാതെ എന്താണ് ചെയ്യുക? പക്ഷേ അതിനേക്കാൾ വലിയ ഒരു കോമഡി കൂടി കണ്ടിട്ട് നമുക്ക് പത്രവിശേഷത്തിലേക്ക് വരെ. കോമഡി എന്ന് പറഞ്ഞാൽ ചില്ലറ കോമഡി ഒന്നും അല്ല കേട്ടോ. ഒരു യമണ്ടൻ കോമഡി. ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാമിലധികം സ്വർണമാണുള്ളത്. ഒന്നും പോയിട്ടില്ലെന്ന് മാത്രമല്ല, അധികമുണ്ട് താനും. ഇനി പറയണം, അധികം പറ്റ തീർത്ത് എളിഭ്യരാകുന്നത് ആരൊക്കെ? ശബരിമലയിൽ പാളിയത് ആർക്കൊക്കെ? പൂശിയ ചെമ്പുപാളികളിൽ ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാമിലധികം സ്വർണമാണുള്ളത്. ഒന്നും പോയിട്ടില്ല. അതായത് ഈ ശബരിമലയിൽ സ്വർണം ഒന്നും പോയിട്ടില്ല. നേരത്തെ പൂശിയതിനേക്കാളും 9 ഗ്രാം അധികമുണ്ടത്രേ. കൈരളി ടി വി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണൊന്നും പോയിട്ടില്ല, ഇതൊക്കെ വെറുതെയാണ്, ഒക്കെ AI ആണ്. പണ്ട് പൂശിയതിനേക്കാളും 9 ഗ്രാം നമ്മുടെ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും പിന്നെ മറ്റേ ഗുണ്ടവാസുവും പിന്നെ ഈ കള്ളൻ ആരാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പിടിയില പത്മകുമാറും ഇവരൊക്കെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു 9 ഗ്രാം സ്വർണം കൂടി ഭാര്യമാരുടെ കെട്ടുതാലികളൊക്കെ ഉരുക്കിയിട്ട് ഒരു 9 ഗ്രാം സ്വർണം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ നാട്ടിലെ മുഴുവൻ പത്രങ്ങളും നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളും ഹൈക്കോടതിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും മുഴുവൻ കള്ളത്തരം പറയാണ്. അങ്ങനെയൊന്നല്ല. ശബരിമലയിൽ ഒരു തരി സ്വർണം പോലും പോയിട്ടില്ല. അവിടെ സ്വർണം കൂടിയിട്ടേ ഉള്ളൂ. നമ്മളെ കൈരളി ചാനലാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാമിലധികം സ്വർണമാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാം കൂടുതലാണ്. ഇനി പറയണം. ആരാണ് ഇളിഭ്യരാകുന്നത്? ഇവിടുത്തെ SIT ഇളിഭ്യരായി, ഇവിടുത്തെ ഹൈക്കോടതി ഇളിഭ്യരായി, ഇവിടുത്തെ പ്രതിപക്ഷം കോൺഗ്രസ് BJP ഒക്കെ ഇളിഭ്യരായി. ഇവിടെ കൈരളി ചാനലും കാരണഭൂതവും ഒക്കെയാണ് ഇപ്പൊ സ്റ്റാറായി മാറിയത്. കാരണം എന്താണ്? ഞങ്ങൾ അയ്യപ്പന് 9 ഗ്രാം കൂടി സ്വർണം, എന്നിട്ട് വെറുതെ പറയാണ് പാളിയത് ആർക്കൊക്കെ? ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാമിലധികം സ്വർണമാണുള്ളത്. ഒന്നും പോയിട്ടില്ലെന്ന് മാത്രമല്ല, അധികമുണ്ട് താനും. ഇതിനേക്കാൾ വലിയ കോമഡി നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ഒരു കേസ് ഉണ്ടല്ലോ, അതായത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ ഹൈക്കോടതി പിക്കപ്പ് ചെയ്ത ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര്
ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ ഓരോ ആഴ്ചയും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. എങ്ങനെയൊക്കെ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇങ്ങനെ ഒരു അന്വേഷണം അല്ല നടന്നത് എങ്കിൽ പിണറായി തമ്പുരാന്റെ സ്വന്തം പോലീസുകാര് പിണറായി തമ്പുരാന്റെ എന്താ പറയാ എല്ലാവിധ ആശീർവാദത്തോടെയുമാണ് ഈ കേസ് നടത്തിയത് എങ്കിൽ കൈരളി ടി വി പറയുന്നത് പോലെ അന്വേഷണ സംഘം പറയുമായിരുന്നു. വല്ല സംശയമുണ്ടോ? നമ്മുടെ മറ്റേ രത്നകുമാറിനെ അന്വേഷിപ്പിക്കാൻ കൊടുക്കേണ്ടിയിരുന്നു. രത്നകുമാർ, നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച രത്നകുമാർ ഉണ്ടല്ലോ, പി പി ദിവ്യയെ വിശുദ്ധയാക്കിയ ഈ ആരാണ്? രത്നകുമാറാണ് ഇപ്പോ CPM-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. ആ മുതലിനെ ഇത് ഏൽപ്പിച്ചു കൊടുക്കണമായിരുന്നു. അയാളാണ് നമ്മുടെ പാലത്തായി കേസ്, അതായത് ADGP ശ്രീജിത്ത് അടക്കം അന്വേഷിച്ച് ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തിയ പാലത്തായി കേസ് സുഡാപ്പികളുടെ ആവശ്യം മുൻനിർത്തി ഇസ്ലാമിക തീവ്രവാദികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഈ TK രത്നകുമാർ എന്ന് പറഞ്ഞ മുതലാണ് അത് അന്വേഷിച്ചിട്ട് ഒരു പാവം മനുഷ്യനെ ഇപ്പൊ ജയിലിലേക്ക് അയച്ചത്. പത്മരാജൻ മാഷ് ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. കാരണം TK രത്നകുമാർ കേസ് കെട്ടിച്ചമച്ച കേസ് ഉണ്ടാക്കി കോടതിയിൽ കൊടുത്തു. അതേപോലെ എന്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ സ്വർണ്ണ കേസ് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഹൈക്കോടതിയുടെ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് ഈ SIT-യെ ഉടൻ മാറ്റണം. SIT വേണ്ട, ഈ SIT-യെ മാറ്റി എന്നിട്ട് നമുക്ക് ആരെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനാക്കണം? ഈ TK രത്നകുമാറിനെ. മൂപ്പര് മത്സരിച്ചോട്ടെ, അതിന്റെ അടിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് മൂപ്പർ അന്വേഷിച്ചു കഴിഞ്ഞാൽ മൂപ്പരും കൈരളി ടിവിയും കൂടി നമ്മളോട് ഇത് വീണ്ടും പറയൂട്ടോ. ഏത് വീണ്ടും പറയും? ഒന്നുകൂടി കേൾക്കണം. ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാമിലധികം സ്വർണ്ണമാണ്. 9 ഗ്രാമിലധികം പോയിട്ടില്ലെന്ന് മാത്രമല്ല അധികമുണ്ട് താനും എന്നുള്ള ഒരു റിപ്പോർട്ട് വരുമായിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്റെ മക്കളെ, ഈ കൈരളി ടി വി ഇപ്പോഴും അന്തംഗമികൾ ഇരുന്ന് കാണില്ലേ? ഒരു തരി സ്വർണം കൂടിയിട്ടുള്ളൂ. ആരാണ് ലഭ്യനായത്? ആരാണ് ഈ അന്തംഗമിന്റെ പേരിനോട് മറന്നു കിട്ടും. ചെമ്പുപാളികളിൽ ഇപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ 9 ഗ്രാമിലധികം സ്വർണ്ണമാണുള്ളത്. ഒന്നും പോയിട്ടില്ലെന്ന് മാത്രമല്ല അധികമുണ്ട് താനും. ഇനി എമ്മാതിരി വെളുപ്പിക്കല്. അതവിടെ നിക്കട്ടെ. നമുക്ക് ഇന്നത്തെ പത്രങ്ങളിലേക്ക് നോക്കട്ടോ. ഇന്നത്തെ പത്രങ്ങളിൽ ഇന്ന് ഏറ്റവും കൃത്യമായി ഏറ്റവും വിശദമായി വാർത്ത കൊടുത്തത്, വിശദമായ വാർത്ത മലയാള മനോരമയിലുണ്ട്. പക്ഷെ വളരെ കൃത്യതയോടെ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ വളരെ കൃത്യതയോടെ വാർത്ത കൊടുത്തത് കേരളകൗമുദിയാണ്. കേരളകൗമുദി വളരെ കൃത്യമായി പറയുന്നു, മുൻ മന്ത്രിക്ക് കുരുക്കിട്ട് പത്മകുമാർ അകത്ത്. ഇതാണ് ഇന്നത്തെ പത്രങ്ങൾ, വിവിധ പത്രങ്ങളിലുള്ള തലക്കെട്ടുകളിൽ വെച്ച് ഏറ്റവും കൃത്യതയോടെയുള്ള തലക്കെട്ടാണ്. മുൻ മന്ത്രിക്ക് കുരുക്കിട്ടുകൊണ്ട് പത്മകുമാർ അകത്ത്. മുൻമന്ത്രി ആരാണ്? കടകംപള്ളിയാണ്. കടകംപള്ളി സുരേന്ദ്രനാണ് മുൻ മന്ത്രി. ഇതാ പുതിയ TV വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടൻ കടകംപള്ളിയെ ഉടൻ ചോദ്യം ചെയ്യുന്നു. അടുത്ത അറസ്റ്റ് കടകംപള്ളിയിലേക്ക്. കടകംപള്ളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അറസ്റ്റ് PS പ്രശാന്തിലേക്ക്. PS പ്രശാന്ത് കഴിഞ്ഞാൽ വാസവനിലേക്ക്. വാസവനും കഴിഞ്ഞാൽ ഈ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ നോക്കി കേട്ടില്ലേ? പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്? നമുക്കൊരിക്കലും, കാരണം ഈ പത്മകുമാർ ഉണ്ടല്ലോ, പത്മകുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൂടി നിങ്ങൾക്ക് കേൾപ്പിക്കട്ടോ. പത്മകുമാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. കാരണം എന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് എന്നെ അങ്ങനെ തടവിലാക്കാനൊന്നും പറ്റില്ല. അത് പള്ളി പറഞ്ഞാൽ മതി. ഇതാണ് തോന്നുന്നു. നോക്കാം. വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പോൾ മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും. അതെന്നെ ഉദ്ദേശിച്ചാണ്. ആരുദ്ദേശിച്ചാണ്? അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പോൾ മറുപടി പറയേണ്ടവരെല്ലാം മറുപടി പറയേണ്ടി വരും. മറുപടി പറയേണ്ടവർ ആരെല്ലാം ഇന്നങ്ങനെ എന്റെ നെഞ്ചത്തേക്ക് കയറണ്ട. ഇതിൽ പല ആൾക്കാരും മറുപടി പറയേണ്ടി വരും. നമ്മളെക്കാളൊക്കെ വേറെ
ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും. ആ സത്യം തെളിയുമ്പോൾ മറുപടി പറയേണ്ടവർ നമ്മളെക്കാൾ ബന്ധമുള്ളവരുണ്ടല്ലോ. നമ്മളെക്കാൾ ബന്ധമുള്ളവർ ആരാണ്? നമ്മളെക്കാൾ ബന്ധമുള്ളവർ ആരാണ്? ആരാണ് പത്മകുമാറെ നമ്മളെക്കാൾ ബന്ധമുള്ളവർ? നമ്മളെക്കാൾ ബന്ധമുള്ളവർ എന്ന് പറയുമ്പോ ആരാണ്? എന്നാലും താഴെയുള്ള ആൾക്കാരൊന്നുമല്ല. അത് കടകംപള്ളിയാണ്. പിന്നെ വരട്ടെ അന്തകമ്പികളെ അണ്ട് എണ്ണി പറയും. മറ്റേ മണിയാശ പറഞ്ഞ പോലെ 1 2 3 1 2 ആയി 3 കടകംപള്ളി, അത് കഴിഞ്ഞാൽ വാസവൻ, അത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല. എന്തിനാണ് വെറുതെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. മറുപടി പറയേണ്ടി വരും. ഇനി ഒന്നും കൂടി ഉണ്ട്. എവിടെ പോയി? അപ്പോ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ വെക്കുകയാണ്. ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ. നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിക്കും കേട്ടോ. നമ്മൾ ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എന്നാണ്. ഒന്നുകൂടി കേൾക്കാം. പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പത്മകുമാർ ദൈവതുല്യം കാണുന്നത് ആരെയാണ്? പത്മകുമാർ ദൈവതുല്യരായി കാണുന്ന ആരെയാണ്? അവരും ഇതിനകത്തുണ്ട് എന്നാ പറയുന്നത്. എന്തായാലും പത്മകുമാർ ദൈവതുല്യരായി കാണുന്നത്, പത്മകുമാറിനെക്കാളും താഴെയുള്ള ആൾക്കാരൊന്നും പത്മകുമാർ ദൈവതുല്യരായി കാണില്ലല്ലോ. അപ്പോൾ ഇതിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ തന്ത്രിമാരാണ്, അതല്ലെങ്കിൽ തന്റെ പാർട്ടിയിലെ ഉന്നതർ. അതാരാണ്? സ്വർണത്തോട് ഭ്രാന്തുള്ളവൻ ആര്? അതും ഞാൻ പറയുന്നില്ല. രാവിലെ തന്നെ നാവ് കൊണ്ട് ദുഷിച്ച പേരുകളൊന്നും പറയരുത് എന്നുള്ളത് കൊണ്ട് ആ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ മുൻമന്ത്രിക്ക് കുരുക്കിട്ട് പത്മകുമാർ അകത്തേക്ക്. അങ്ങനെ മുൻമന്ത്രിയെ നാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു തലക്കെട്ട് പ്രതീക്ഷിക്കാം. വെറുതെ വേണ്ട പറയുന്നില്ല. സംഭവിക്കാനുള്ളതൊക്കെ ഭയങ്കര സങ്കടം എന്താണെന്നറിയോ? നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കള് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. ഈ പാവങ്ങൾ എങ്ങനെ വോട്ട് ചോദിച്ച ഒരാളെടുത്ത് എത്തുക? എങ്ങനെയാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം അതൊക്കെ മറച്ചു പിടിച്ചിട്ട് ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് കേട്ടോ, വോട്ട് ചെയ്യണമെന്ന് പറയാ. അതല്ലാതെ ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് ഉളുപ്പുള്ള ആൾക്കാർക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇവർക്ക് ഉളുപ്പില്ലാത്ത കുറെ എണ്ണുണ്ട്. അവർ പറഞ്ഞാൽ തന്നെ ആരാണ് വോട്ട് ചെയ്യുക? CPMകാർക്ക് ആരാണ് വോട്ട് ചെയ്യുക? അമ്പല വിഴുങ്ങികള്, അമ്പലക്കള്ളന്മാർ എന്നല്ല പറയേണ്ടത്, അമ്പലം വിഴുങ്ങികൾക്ക് ആര് വോട്ട് ചെയ്യും എന്ന ഒരു ചോദ്യത്തോടെ ഈ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഒരുപാട് വിശേഷങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.